നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കി തിരച്ചിൽ നടത്തുകയും ബലാത്സംഗം ചെയ്യുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം വ്യക്തമാക്കി. സ്ത്രീകളെയും കുട്ടികളെയും അവർ അഭയം തേടിയ സ്ഥലങ്ങളിലോ പലായനം ചെയ്യുമ്പോഴോ ബോധപൂർവം ആക്രമിക്കുകയും നിയമവിരുദ്ധമായി കൊല്ലുകയും ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകൾ തങ്ങളെ ഞെട്ടിച്ചുവെന്ന് UN കീഴിലെ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ പ്രത്യേക നടപടിക്രമങ്ങളിലെ അംഗങ്ങൾ പറയുന്നു. മഴയിലും തണുപ്പിലുമെല്ലാം ഭക്ഷണം പോലും നൽകാതെ പലരെയും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഗാസയിലെ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യരഹിതവും അപമാനകരവുമായ പെരുമാറ്റത്തിന് വിധേയമാവുന്നു. ഭക്ഷണം, മരുന്ന്, സാനിറ്ററി പാഡുകൾ എന്നിവ നിഷേധിക്കുകയും ഇവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. തടവിൽ കഴിയുന്ന പാലസ്തീനിയൻ സ്ത്രീകളും പെൺകുട്ടികളും പലതരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരായി. ഇസ്രായേൽ സൈന്യത്തിലെ പുരുഷ ഉദ്യോഗസ്ഥർ നഗ്നരാക്കി തിരച്ചിൽ നടത്തുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഏറെ വിഷമിപ്പിക്കുന്നതാണ്. കുറഞ്ഞത് 2 പാലസ്തീൻ തടവുകാരെയെങ്കിലും ബലാത്സംഗം ചെയ്തതായാണ് റിപ്പോർട്ട്. മറ്റുള്ളവരെ ബലാത്സംഗം ചെയ്യുമെന്നും ലൈംഗിക അതിക്രമത്തിന് ഭീഷണിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുണ്ട്. അപമാനകരമായ സാഹചര്യങ്ങളിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോകളെടുത്ത് സൈന്യം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ റെയ്ഡിന് ശേഷം നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് കാണാതായത്. പല കുട്ടികളെയും ഇസ്രായേൽ സൈന്യം മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തി. ഇതിൽ പലരും എവിടെയാണെന്ന കാര്യം അജ്ഞാതമായി തുടരുകയാണ്. ഗാസയിലെ കുട്ടികൾ ഭക്ഷണത്തിന്റെ അഭാവം, പോഷകാഹാരക്കുറവ്, പകർച്ചവ്യാധികൾ എന്നിവ കാരണം മരണത്തിന്റെ വക്കിലാണെന്ന് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 90% പേർക്കും ഒന്നോ അതിലധികമോ പകർച്ചവ്യാധികൾ ബാധിച്ചിട്ടുണ്ട്. തെക്കൻ ഗാസയിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 5% പേരും പോഷകാഹാരക്കുറവുള്ളവരാണ്. യുദ്ധത്തിന് മുമ്പ് ഗാസയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 0.8% പേർക്ക് മാത്രമാണ് പോഷകാഹാരക്കുറവുണ്ടായിരുന്നതെന്നും വിവിധ UN ഏജൻസികൾ വ്യക്തമാക്കുന്നു.